ഗെയ്സ്, നമ്മളിവിടെ ഒർലാൻഡോയിൽ ഒരു മലയാളി റെസ്റ്റോറൻറ്റിലാണ് വന്നേക്കണത്. മലയാളി റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നണത്. നമ്മൾ ഗൂഗിളിൽ കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ അതേ ഈ കാണുന്ന ഒരു കുഞ്ഞു മാളിൻ്റെ ഉള്ളിലാണ് ആ റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് പോയി അവിടെ എന്തൊക്കെയാണ് ഫുഡ് ഉള്ളതെന്ന് നോക്കാം കേട്ടോ. നമ്മളിവിടെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കണത്. ഇവിടെ ഇതിനോട് ചേർന്ന് തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ കാണുന്നുണ്ട്. ഇന്റർനാഷണൽ ഫുഡ്, അപ്ന ബസാർ, ഹലാൽ മീറ്റ്, ഫുള്ള് റെസ്റ്റോറൻറ്റ്. ഇതൊരു കുഞ്ഞു മാള് പോലെയാണ്. ഇതിൻ്റെ അകത്താണ് ഈ കേരള റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഫസ്റ്റ് ഫുൾ ലൈറ്റുകളൊക്കെ ആയിട്ടുള്ള ഒരു കടയാണ് കണ്ടത്. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ, ഫുള്ള് ലൈറ്റ്. പിന്നെ അതിന് ശേഷം കുറേ ഇങ്ങനെ അറബി ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ചുരിദാറും ഡ്രസ്സുകളൊക്കെ ഇട്ട് സ്ത്രീകളെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ഇവിടെ ഒരു പർദ്ദക്കട കണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ നാട്ടിൽ വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ കാണുന്നത്. അങ്ങനെ കുറേ മുസ്ലിംസിനെ നമ്മളിവിടെ കണ്ടായിരുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ഇവിടെ അതേ കല്യാണ ഫംഗ്ഷൻ നടക്കണേണെന്ന്. അപ്പോൾ ഏത് രാജ്യത്തെ ആളുകളാണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കടന്ന് അറ്റത്തായിട്ട് ചെറിയൊരു ഫുഡ് കോർട്ട് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ നടക്കണത്. കണ്ട കല്യാണ ഹോളിൽ ജസ്റ്റ് ഞാൻ ആ പോണ വഴിക്കൊന്ന് വീഡിയോ എടുത്താണ്. അപ്പോൾ ഇതാണ്ട ഈ കേരള റെസ്റ്റോറൻറ്റ് 5 സ്റ്റാർ എന്നാണ് പേര്. അങ്ങനെ അതേ നമ്മളങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. നമ്മൾ ആദ്യം തന്നെ കപ്പയും മീൻകറിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, കപ്പയും മീൻകറിയും. പിന്നെ അതുപോലെ തന്നെ നെയ് റോസ്റ്റ്, സാമ്പാർ, വൈറ്റ് ചട്നി, ഇതും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളി സാമ്പാറായിരുന്നു. എന്തായാലും ഈ ഒർലാൻഡോയിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാവുമെന്നും വന്ന് കഴിക്കാൻ പറ്റുമെന്നും ഒന്നും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും വളരെ ഹാപ്പിയായി, നല്ല അടിപൊളി ഫുഡ് കഴിക്കാൻ പറ്റി. കുറേ നേരം ഓർഡർ ചെയ്തതിന് ശേഷം ഉണ്ട് ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫുഡുകളും ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ നമ്മളൊരു ബിരിയാണിയും ഓർഡർ ചെയ്തു. അതുപോലെ തന്നെ വെള്ളയപ്പവും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിരിയാണി എനിക്ക് അത്ര അങ്ങോട്ട് ഇതായില്ല, പക്ഷേ വെള്ളയപ്പമൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ബിരിയാണിയുടെ കൂടെ അച്ചാറും സാലഡൊക്കെ ഉണ്ടായി. നമ്മുടെ ആ ഒരു കേരള സ്റ്റൈല്. ഇവിടെ സാധാരണ ബിരിയാണിയുടെ കൂടെ അങ്ങനെ അച്ചാറൊന്നും ഉണ്ടാവാറില്ല. പിന്നെ അതേ നമ്മുടെ കേരള സ്റ്റൈൽ ചായ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ഫുഡും അടിപൊളിയായിരുന്നേ, പറയാതിരിക്കാൻ വയ്യാട്ടോ. അത് ആ സാമ്പാറിനൊക്കെ എന്തൊരു ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ. മീൻകറി നമ്മൾ മുളകിട്ട ടൈപ്പുള്ള മീൻകറിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ആ മലയാളി ചേട്ടനെയൊക്കെ പരിചയപ്പെട്ടു. പണ്ടൊക്കെ ഇവിടെ തുടങ്ങിയ സമയത്ത് ഇവർ ഊണൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ ഉച്ചക്ക്. പക്ഷേ പിന്നീട് മലയാളികൾ കുറവായതുകൊണ്ട് പിന്നീട് ഊണൊക്കെ ഇവർ അങ്ങനെ നിർത്തിയെന്നാണ് നമ്മൾ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. നമ്മളപ്പോൾ അങ്ങനെ നടക്കണേണ്. അപ്പം ഞാൻ ഈ പർദ്ദക്കറ നേരത്തെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി. എനിക്ക് കുറച്ച് ഷോളുകളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ ഷോൾ എനിക്ക് ഭയങ്കര ഒരു വീക്ക്നെസ്സാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 1-2 ഷോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനത്തെ കടയൊന്നും നമ്മൾ വേറെ ഞാനിങ്ങനെ കണ്ടിട്ടേ ഇല്ല. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഷോപ്പ് കാണുന്നത്. അപ്പോൾ തോന്നി കുറച്ച് ഷോളൊക്കെ വാങ്ങിക്കാമെന്ന്. അപ്പോൾ ഇവിടെ ഒരുപാട് ഡ്രസ്സുകളുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, ചുരിദാറും പാർട്ടി വെയർ ഗൗണുകൾ, അങ്ങനത്തെ ഒരുപാട് ഡ്രസ്സുകൾ ഞാനിവിടെ കണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് വേണ്ട, ഈ ഫങ്ഷനൊക്കെ ഇടാൻ പറ്റിയേ. പിന്നെ അടിപൊളി പർദ്ദ, മക്കനകൾ, പിന്നെ ടോപ്പ്, കുർത്തി, ഒരുപാട് ഡ്രസ്സുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഫുള്ള് ലേഡീസിൻ്റെ ഡ്രസ്സുകളാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനങ്ങനെ 1-2 ഷോളൊക്കെ വാങ്ങി. എല്ലാത്തിനും നല്ല റേറ്റൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഷോപ്പ് അടക്കാനുള്ള ഒരു തിരക്കിലാണ്. ഇതിപ്പോൾ ഒരുപാട് നേരമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാണ്ടാ ഷോപ്പ്, നല്ലൊരു ഷോപ്പാണ്. ഒരുപാട് ഷോളൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ ഇതേ ഇവിടെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റും ഉണ്ട് കേട്ടോ. ഈ മാളിൻ്റെ അകത്ത് ഒരുപാട് ഐറ്റംസുകളൊക്കെ കിട്ടും. പക്ഷേ എല്ലാം ഇങ്ങനെ ക്ലോസ് ചെയ്യണ ഒരു ടൈമാണ്. ഒരുപാട് ലേറ്റായിരുന്നു. നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടവർക്കറിയാം, നമ്മളൊരു പാർക്കിൽ, മുതലയുടെ പാർക്കിലൊക്കെ പോയി. അങ്ങനെ അവിടെ നിന്ന് ടയേർഡായിട്ട് വന്ന ഒരു വഴിയാണ് നമ്മളിവിടെ ഡിന്നർ കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് ഒർലാൻഡോയിൽ വന്നിട്ട് യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ പോയതും അങ്ങനെ കുറച്ച് വീഡിയോസുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോയും നിങ്ങളൊക്കെ ഒന്ന് കണ്ട അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ.
അതേ ഞാൻ ആ ഷോൾ വാങ്ങിയത് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചതാണ് അണ്ട കവറ്. നമ്മളിപ്പോൾ നേരെ പോണതിന് ഹോട്ടലിലേക്കാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ബാഗൊക്കെ വണ്ടിയിലാക്കി വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ ഇനി വേറൊരു ഹോട്ടലിലേക്കാണ് പോണത്. അപ്പോൾ ഒരുപാട് ഈ റൈഡും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പാർക്ക് കണ്ട. അപ്പോൾ ഇതിൻ്റെയൊക്കെ നടുക്കായിട്ടാണ്ടോ നമ്മളിന്ന് റൂം എടുക്കണത്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ഇതൊക്കെ അടുത്തടുത്ത് കാണാൻ സാധിക്കും. ഇത് കണ്ട ഈ നേരമായിട്ട് പോലും ഈ റൈഡിലൊക്കെ ആളുകൾ ഇങ്ങനെ കയറിയേക്കണത് നമുക്ക് കാണാട്ടോ. പേടിയാവും ഈ കാണുന്നതൊക്കെ കാണാം. ഇത് ഇങ്ങനെ പോണതൊക്കെ കാണുമ്പോൾ എന്തൊരു പേടിയാവും എന്ന് പറഞ്ഞാൽ. ഇപ്പോഴും നല്ല തിരക്കുണ്ട് ഈ ഒരു പാർക്കിൽ, നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ആളുകൾ ഇതേ കണ്ട ഇങ്ങനെ നടക്കണതും അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. നല്ല തിരക്കുണ്ട് ഈ ഒരു സമയത്തും. ഇവിടെ രാത്രിയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നണം കേട്ടോ, കൂടുതൽ അറിയില്ല. പിന്നെ അത് ഇത് നോക്കിക്കണ്ട്, ഇതൊക്കെ ഇങ്ങനെ ഭയങ്കര പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള റൈഡാണ്. ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ താഴേക്ക് കുത്തനെ ഇങ്ങനെ ഇറക്കിയിട്ട് കാണുമ്പോൾ തന്നെ ഒരു പേടിയാവും നമുക്ക്. പക്ഷെ അതൊക്കെ കാണാനും അതിലൊക്കെ കയറാനൊക്കെ എന്തോരം ആൾക്കാരാണെന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ ഇന്നിപ്പോൾ ഹോട്ടൽ എടുത്തേക്കണത്. ഇതാണ്ടോ നമ്മൾ ഇന്ന് താമസിക്കണം. ഇന്നല്ല, ഇനി 2 ദിവസത്തേക്ക് നമ്മൾ ഇവിടെയാണ് താമസിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ നാളെ ഒരു ദിവസവും കൂടി ഉള്ളൂ ഇവിടെ ഒർലാൻഡോയിൽ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടുന്ന് ഒർലാൻഡോ വിട പറയുകയാണ്. അങ്ങനെ നമ്മളതേ അവിടെ കൊണ്ടുപോയി വണ്ടിയൊക്കെ നിർത്തി. അപ്പോൾ ഇവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്യണമെങ്കിലും വേറെ സെപ്പറേറ്റ് പാർക്കിംഗ് ഫീ ഒക്കെ കൊടുക്കണം കേട്ടോ. ഹോട്ടലിലാണ് നമ്മൾ താമസിക്കണമെങ്കിലും നമ്മളങ്ങനെ അകത്ത് കയറി. അപ്പോൾ നേരത്തെ തന്നെ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സീസൺ ആയതുകൊണ്ട് ഭയങ്കര പാടാണ് റൂമൊക്കെ കിട്ടാൻ. പിന്നെ മാത്രമല്ല ഇവിടെ സീസൺ അനുസരിച്ച് റൂമിൻ്റെ റേറ്റൊക്കെ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഇത്തിരി നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെയൊക്കെ നമുക്ക് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഏരിയ കേട്ടോ. അപ്പോൾ ഞാൻ വന്നപ്പോൾ അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, എന്നിട്ട് റൂമിലേക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ചാണ്. ഇനിയിപ്പോൾ നാളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ഒരു സ്ഥലമൊക്കെയാണ് ഇത്. പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ ഹോട്ടലാണ് കേട്ടോ. ഒരുപാട് മുറികളൊക്കെ ഉണ്ട് ഇവിടെ, അതേ കാണാനുണ്ട്. നല്ല ഭംഗിയുണ്ട് എന്തായാലും ഈ ഹോട്ടൽ കാണാനായിട്ട്. അപ്പോൾ ഇപ്പോഴും ആ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്ത് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം ഇവിടുത്തെ ഇത്തിരി നൈറ്റ് ലൈഫ് ഇത്തിരി കൂടുതലാണ് ഈ ഒർലാൻഡോയിൽ. രാത്രിയായിട്ടും എല്ലായിടത്തും നല്ല ഫുള്ള് വൈബ് തന്നെയാണ്. നമ്മുടെ ന്യൂജേഴ്സി പോലെയൊന്നും അല്ല. ഇതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ടൂറിസ്റ്റ് ഏരിയ ആണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളിതേ ഇപ്പം മുകളിലെത്തി. ഇപ്പോൾ നമ്മുടെ മുകളിലാണ് നമ്മുടെ റൂമൊക്കെ വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു വ്യൂ കിട്ടും കേട്ടോ. ഫുള്ള് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ മുകളിൽ നോക്കിയാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഫസ്റ്റ് തന്നെ ഒരു ലിവിങ് റൂമാണ് കേട്ടോ. ഇങ്ങനെ സെറ്റിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ TV എല്ലാ സെറ്റപ്പും ഉണ്ട് ആ ഒരു ലിവിങ് റൂമിൽ. അപ്പോൾ ഈ സെറ്റ് വേണമെങ്കിൽ നമുക്ക് കട്ടിലാക്കി മാറ്റാം കേട്ടോ. അങ്ങനത്തെ രീതിയിലുള്ളൊരു സോഫ സെറ്റാണ്, ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം നമ്മളിതേ ഒരു ബെഡ്റൂമിലേക്ക് കടന്നിട്ടുണ്ട്. ഇത് ഒരു വലിയ ബെഡൊന്നുമല്ല, എങ്കിലും അത്യാവശ്യം ഉള്ളൊരു ബെഡ് സൈസാണ്. അപ്പോൾ മറ്റേ ആ ലിവിങ് റൂമിലുള്ള ആ ഒരു സോഫ സെറ്റ് ബെഡാക്കി മാറ്റാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ആ 2 റൂമിലും ബെഡ് ഉണ്ടാവും. ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ റൂമിലും TVയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 2 റൂമിലും ഉണ്ട് TVയും കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ ഒരു വാഷ് ബേസിനും ഈ ഒരു റൂമിൽ നിന്ന് തന്നെയാണ് വന്നേക്കണത്. പിന്നെ ബാത്റൂം സാധാരണ നമ്മൾ ഹോട്ടൽ റൂമിലൊക്കെ ഉള്ള പോലെയൊക്കെ തന്നെ ഉള്ള ഒരു ബാത്റൂമൊക്കെയാണ്. വാഷ് ഏരിയയും ഷവർ ഏരിയയൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ സോഫ സെറ്റൊക്കെ കിടന്ന റൂം കേട്ടോ. അപ്പോൾ നമ്മളിത് ബെഡാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് കണ്ടോ, അടിപൊളി സെറ്റായിട്ടുണ്ടല്ലേ. അപ്പോൾ വലിയ ബെഡാണ് കേട്ടോ ഇത്. നമ്മൾ ആദ്യം വിചാരിച്ചില്ല അവിടെ ഇത്രയ്ക്ക് വലുതാവുന്നു, പക്ഷേ ഇതെല്ലാം സെറ്റാക്കി അടിപൊളിയായിട്ടുണ്ട്. ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു അമേരിക്കൻ വിശേഷവുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.